നമ്മുടെ എല്ലാം ജീവിതത്തിലെ തടസ്സങ്ങളെയെല്ലാം മാറ്റി വിദ്യ, വിവേകം, ഐശ്വര്യം എന്നിവയൊക്കെ നൽകി രക്ഷാധികാരിയോടുകൂടി നിൽക്കുന്ന ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ് മഹാഗണപതി. ആ മഹാഗണപതിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഏതാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ശക്തി, വിവേകം, സമൃദ്ധി എന്നിവയെ സൂചിപ്പിക്കുന്ന ആനയുടെ തലയോടുകൂടിയ വലിയതും മനോഹരവുമായ ആ രൂപത്തിലാണ് അദ്ദേഹത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിലാണെങ്കിലും അല്ല മറ്റ് പൂജാ സ്ഥലങ്ങളിലാണ് എങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലാണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യ സ്ഥാനം നൽകുന്നത് ഗണപതി ഭഗവാനാണ്. ഗണപതിക്ക് നിവേദിച്ചതിന് ശേഷം മാത്രമാണ് മറ്റു ഭഗവാന്മാർക്ക് നിവേദ്യം അർപ്പിക്കുകയുള്ളൂ. അങ്ങനെ എല്ലാം നമ്മൾ നൽകുന്നത് ആദ്യം ഗണപതി ഭഗവാനാണ്. കാരണം ഒരു വിഘ്നങ്ങളുമില്ലാതെ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പൂജ ഏറ്റവും അതിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വരണമെങ്കിൽ ആ ഒരു ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, ഗണപതി ഭഗവാന് പൂജ ചെയ്യുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പൂജയ്ക്കോ മാത്രമല്ല, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നൂലുകെട്ട്, ചോറൂണ്, പിറന്നാള്, അതേപോലെ തന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് പിന്നീട് വരുന്ന ഏത് വിശേഷ അവസരങ്ങൾക്കും ആദ്യം നമ്മൾ ഗണപതി ഭഗവാന് വെച്ചതിന് ശേഷം മാത്രമാണ് മറ്റ് ദേവന്മാർക്ക് നമ്മൾ ആ ഒരു പ്രസാദം അർപ്പിക്കുകയുള്ളൂ. അത്രയും പ്രധാനപ്പെട്ട ആ ഗണപതി ഭഗവാന് അത്രയും ശക്തിയോടുകൂടിയുള്ള ആ ഒരു മന്ത്രം കൂടെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠതകൾ വന്നു ചേരും. നമ്മുടെ ജീവിതത്തിൽ മഹാഗണപതിയെ ആരാധിക്കുന്നതിലൂടെ ലഭിക്കുന്ന പ്രധാന ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഘ്നങ്ങളെയും മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. എല്ലാ തടസ്സങ്ങളും എന്ത് വെല്ലുവിളിയാണെങ്കിലും അത് നീക്കം ചെയ്ത് വിജയത്തിലേക്ക്, പുരോഗതിയിലേക്ക് വഴി തെളിയിക്കാനായിട്ട് ഗണപതി ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത്രയും ശ്രേഷ്ഠതയാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ അത് നമ്മുടെ പരീക്ഷാ വിജയമാണെങ്കിലും, തൊഴിൽ വിജയമാണെങ്കിലും, ദാമ്പത്യ വിജയമാണെങ്കിലും ഒക്കെ അതിനൊരു വിജയം കൈവരിക്കണമെങ്കിൽ, തടസ്സമില്ലാതെ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ. അദ്ദേഹത്തിനോടുള്ള ആ പ്രാർത്ഥന ശ്രേഷ്ഠമായെങ്കിൽ നമ്മൾ നടക്കുന്ന ഒരു വഴിയിലും നമുക്കൊരു തടസ്സങ്ങളും നേരിടേണ്ടി വരികയില്ല. അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഭക്തർക്ക് ഭാഗ്യം വേണ്ടുവോളം ഉണ്ടാകും. അതുപോലെ തന്നെ സമ്പത്ത്, സമൃദ്ധിയൊക്കെ ആ ഗണപതി ഭഗവാന്റെ ഭക്തർക്ക് അദ്ദേഹം ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് വേണ്ടുവോളമുള്ള എല്ലാ അനുഗ്രഹവും ഗണപതി ഭഗവാൻ നൽകുന്നു. സർവ്വ ഐശ്വര്യമാണ് ഗണപതി ഭഗവാന്റെ ഭക്തർക്ക് അദ്ദേഹം നൽകുന്നത്. നമ്മൾ ഒരു നല്ല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ആ ഭഗവാനോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കുന്ന ചില ആളുകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കും. നമുക്ക് ചില എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇഷ്ടദേവനോടോ അല്ലെങ്കിൽ ഇഷ്ടദേവിയോടോ ഒക്കെ നമ്മൾ പോയി ചോദിക്കും. ഇന്ന് നമ്മൾ നടക്കാൻ പോവുകയാണ്, അനുഗ്രഹിക്കണേ. അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമൊക്കെ വരാനാണ് എങ്കിൽ ആ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ മനസ്സിലൊരു തോന്നും, അത് വേണ്ട എന്ന് തോന്നിക്കും. അത് വേണ്ട എന്ന് തോന്നി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശ്രേഷ്ഠമാവണം എന്നില്ല. അപ്പം അങ്ങനെയുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഗണപതി ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതിയാകും. അപ്പം എന്ത് തീരുമാനങ്ങളും നമുക്ക് നല്ല രീതിയിൽ എടുക്കാനായിട്ട്, നമ്മുടെ മനസ്സിലൊരു ചാഞ്ചാട്ടമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഈ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് നല്ല അറിവ് നേടാനായിട്ട്, നല്ല ബുദ്ധി. ഗണപതി ഭഗവാന്റെ ആ ഒരു രൂപം കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ബുദ്ധി ആ ഒരു നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ച് അറിഞ്ഞിട്ടുള്ളതാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠതയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിയുടെ ഒരു അംശം തീർച്ചയായിട്ടും ഭഗവാൻ നമുക്കും നൽകും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല അറിവ് നേടുന്നതിനും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൈവരിക്കാനൊക്കെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഭക്തർക്ക് ദോഷം, തിന്മ, നെഗറ്റീവ് ഊർജം എന്നിവയൊന്നും വരത്തില്ല. ഒരു നെഗറ്റീവ് ഊർജവും അവരെ തേടി വരില്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾ അപ്പടി മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്, അപ്പടി സങ്കടപ്പെട്ടിരിക്കുകയാണ്, എന്തോ മനസ്സിന് പ്രത്യേകമായിട്ടുള്ളൊരു വിഷമമാണ് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഗണപതി ഭഗവാനെ ഭജിച്ച് നോക്കൂ, നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമായിരിക്കും, ആനന്ദമായിരിക്കും. നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി ഒരു തരത്തിലും നമ്മളെ ബാധിക്കുകയില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലും നമ്മൾ സന്തോഷമായിട്ടിരിക്കണം, എപ്പോഴും ചിരിച്ച് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാലും സാധിക്കാറില്ല. കാരണം
കാരണം നമ്മുടെ ജീവിതമാണ്, അവിടെ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ട ഭഗവാനോട്, ഇഷ്ട ദേവിയോടൊക്കെ നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കവിടെ ആനന്ദം ലഭിക്കും. നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് താൽക്കാലത്തേക്കെങ്കിലും മറക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതേപോലെ ഗണപതി ഭഗവാന്റെ ഭക്തർക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലും അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഭഗവാൻ പ്രത്യേകമായിട്ടുള്ളൊരു അനുഗ്രഹം നൽകുന്നുണ്ട്. നെഗറ്റീവ് ഊർജം ഒന്നും അവരെ തൊടാതെ ഭഗവാൻ അവരെ എല്ലാ സമയങ്ങളിലും സംരക്ഷിക്കും. ഒരു തിന്മയും അവരെ തേടി വരില്ല, ഒരു ദോഷങ്ങളും അവരെ തേടി വരില്ല. അപ്പോൾ ആ ഗണപതി ഭഗവാന്റെ ഭക്തരെ അദ്ദേഹം ഇങ്ങനെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. അതുപോലെ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടം മധുര പലഹാരങ്ങളോടാണ് എന്ന് നമുക്കറിയാം അല്ലേ. അദ്ദേഹത്തിന് മോദകം ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ ഗണപതി ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറയുന്നത് ഉണ്ണിയപ്പമാണ്. അവിടെ പ്രത്യേകമായിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി ആണ് നമ്മളവിടെ പ്രസാദമായിട്ട് നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളൊക്കെ ഗണപതി ഭഗവാനുണ്ട്. അപ്പോൾ ആ മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ ആ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരാനൊക്കെ ആയിട്ട് കാരണമാകും. അപ്പോൾ ആ ഒരു എപ്പോഴുമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ, നമുക്ക് സന്തോഷം വരുന്ന ദിവസങ്ങളിൽ, നമ്മുടെ പിറന്നാൾ ദിവസങ്ങളിലൊക്കെ ആ ഒരു ഗണപതി ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു മധുര പലഹാരങ്ങൾ എന്തെങ്കിലും നിവേദ്യമായിട്ട് നമ്മൾ സമർപ്പിക്കാനായിട്ട് നോക്കണം. അതേപോലെ തന്നെ അദ്ദേഹത്തിന് പൂക്കളൊക്കെ നമ്മൾ അർപ്പിക്കുകയാണെങ്കിൽ അതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ വഴിപാടുകൾക്കാണ് പ്രത്യേകതയുള്ളത് കേട്ടോ. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഗണപതി ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഏതാണ് എന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഗണപതി ഭഗവാനെ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണം നമ്മളിൽ വന്നു ചേരും. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം മഹാ ഗണപതിയേ നമഃ. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ നിലവിളക്കൊക്കെ തെളിയിക്കില്ലേ, അപ്പോൾ ആ സമയത്ത് ജപിച്ചുകൊണ്ട് വേണം മറ്റു പ്രാർത്ഥനകളിലേക്കൊക്കെ കടക്കാനായിട്ട്. ഓം മഹാഗണപതിയെ നമഃ എന്ന് നമ്മളിങ്ങനെ 108 പ്രാവശ്യമൊക്കെ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി അങ്ങനെ നമ്മൾ എണ്ണം നോക്കി ജപിച്ചില്ല എങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഈ ഗണപതി ഭഗവാന്റെ മന്ത്രം ഇങ്ങനെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടുകൊണ്ട് നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നമ്മൾ കണ്ണടച്ച് ആ ഒരു ഗണപതി ഭഗവാന്റെ ആ രൂപം നമുക്കുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം നമ്മുടെ അടുത്തായിട്ട് ഇരിക്കുന്നുണ്ട്, നമ്മുടെ നേരെ എതിർവശത്ത് നമ്മുടെ മുഖത്തേക്ക് നോക്കി അദ്ദേഹം ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഓം മഹാഗണപതിയേ നമഃ എന്നുള്ള ആ ഒരു മന്ത്രം നിങ്ങളിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷവും ഉണ്ടാകത്തില്ല, നമുക്ക് സന്തോഷവും ആനന്ദവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുകയും ചെയ്യും. ഞാനിപ്പോൾ ഗണപതി ഭഗവാന്റെ ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഭഗവാന്മാരുടെയൊക്കെ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് വാക്കുകളിലൂടെ ചില സമയങ്ങളിൽ നിങ്ങളിലേക്കൊന്നും എത്തിക്കാൻ സാധിക്കില്ല. നമുക്ക് തന്നെയാണെങ്കിൽ അത് അനുഭവിച്ചറിയുന്ന ഒരു അനുഭൂതി നമുക്ക് അങ്ങനെ അറിഞ്ഞാൽ മാത്രമാണ് മനസ്സിലാകുകയുള്ളൂ. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെയാണ്, നമുക്ക് അനുഭവിച്ചറിഞ്ഞാലാണ് അതിൻ്റെ ആനന്ദം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ആ ഒരു രാവിലെ നേരങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരം നിലവിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം തന്നെ ഗണപതി ഭഗവാന്റെ ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ജീവിതത്തിലെ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.